നമസ്കാരം. ശനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ശനി നിലവിൽ മീനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശനി മീനത്തിൽ നിലനിൽക്കുന്നതിനാൽ മറ്റ് ഗ്രഹങ്ങൾ മീനത്തിലെത്തിയാൽ അതേപോലെ വേറെ രാശികളിലേക്ക് പ്രവേശിക്കൽ അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഓരോ രാശിക്കാരിലും വന്നു ചേരും. നാളത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് ശുഭകരവും എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അബദ്ധം പിണയുവാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ കൂടുതലാകുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചും വന്നു ചേരാവുന്നതായ പ്രധാനപ്പെട്ട ശുഭകരമായ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശനീശ്വരനെ വന്ദിക്കുക. ഓം ശനീശ്വരായ നമഃ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം ശ്രദ്ധാലുക്കൾ ആയിരിക്കേണ്ടതായ സമയമാണ് ഇന്നേ ദിവസം. കാരണം പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകും എങ്കിൽ പോലും പണം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത് എടുക്കുന്നതായ തീരുമാനങ്ങളാലോ ചെയ്യുന്നതായ പ്രവൃത്തികളാലോ അല്ലെങ്കിൽ അനാവശ്യമായ ചിലവുകളാലോ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. ബുദ്ധിപരമായി പ്രവർത്തിക്കാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളെ അല്പമൊന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഒഴിവാക്കുവാൻ സാധിക്കും. ബുദ്ധിപരമായി തന്നെ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല രീതിയിലും സംരക്ഷണം ലഭിക്കുന്നതായ സമയമാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. പണം സമ്പാദിക്കാനുള്ള ആശയങ്ങൾ ഇന്നേ ദിവസം കടന്നു വരാം. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. തൊഴിൽപരമായും ബിസിനസ് പരമായും കാര്യങ്ങൾ അനുകൂലമായി തീരാം. ധനപരമായ നേട്ടങ്ങളിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ നയിക്കാവുന്നതുമാണ്. ചില വ്യക്തികൾ മൂലമുള്ള പ്രവൃത്തികൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ തരണം ചെയ്യുവാൻ സാധിക്കും. ശത്രുക്കളുമായി ബന്ധപ്പെട്ടും അവരെ ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. കൂടാതെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ ഈ സമയം പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീരും. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ പല കാര്യങ്ങളിലും ശ്രദ്ധ വ്യതിചലിക്കുന്നതിനാൽ അസ്വസ്ഥത വന്നു ചേരാം. നഷ്ടങ്ങൾ സംഭവിക്കാം. ചില വ്യക്തികളുമായി തർക്കത്തിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ശരിയായ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഭാഗ്യം പല കാര്യങ്ങളിലും തുണയ്ക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. കൂടാതെ പല വ്യക്തികളുടെയും പിന്തുണ ഈ സമയം നിങ്ങളെ തേടി എത്തുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ചില വ്യക്തികൾ മൂലം നഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യമാണ്. ഇന്നേ ദിവസം ധനപരമായ ചില ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. ശുഭവാർത്തകൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും കേൾക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഇന്നേ ദിവസം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
പല രീതിയിലും ജീവിതം മാറ്റിമറിക്കുന്നതായ ചില കാര്യങ്ങൾ, ചില അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് പിന്തുണ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. വിനയപരമായി തന്നെ പെരുമാറുവാൻ സാധിക്കും. എടുത്തു ചാടിയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ബന്ധുക്കൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും, സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും സന്തോഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുകയോ ആവശ്യത്തിനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി വന്നു ചേരാം. പല അസ്വസ്ഥതകളും ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പലരുടെയും സഹായം ഇന്നേ ദിവസം നിങ്ങളെ തേടിയെത്താം. കൂടാതെ ഈ സമയം പ്രധാനമായും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ സാധിക്കുക, താൽക്കാലികമായി തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ബുദ്ധിപരമായി പ്രവർത്തിക്കുവാൻ സാധിക്കും. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തികൾ മൂലം നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, തുറന്ന മനസ്സോടെ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു. എന്നിരുന്നാൽ പോലും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തണം. പൊതുവിൽ ഇന്നേ ദിവസം ശുഭകരമാണ്, അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. എങ്കിലും ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഇവർക്ക് പ്രധാനമായും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ് വന്നു ചേരുക. സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കാം, അല്ലെങ്കിൽ അത്ഭുതപ്പെടുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. വരുമാന സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയ വരുമാന മാർഗം കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ പോലും വന്ന് ചേരാവുന്നതാണ്. കൂടാതെ ഈ സമയം സമാധാനം, സന്തോഷം വർദ്ധിക്കാം. ബിസിനസ് പരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വാഹനയോഗം ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള ദിവസം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം പ്രധാനമായും ചില വ്യക്തികൾ മൂലം നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുവാൻ സാധിക്കും. സമൂഹത്തിൽ പദവി നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാം. ലാഭം ഇന്നേ ദിവസം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തേടിയെത്താം. കൂടാതെ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇന്നേ ദിവസം പ്രധാനമായും ഏതു കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തണം. ശ്രദ്ധ തെറ്റുന്നത് മൂലം ചില അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ചില വ്യക്തികൾ മൂലം നഷ്ടങ്ങൾ സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. ഇന്നേ ദിവസം പൊതുവിൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നാൽ ഇന്നേ ദിവസം മുൻപ് പരാമർശിച്ചതായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. അഭിനന്ദനങ്ങൾ, അംഗീകാരങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമാധാനം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഇന്നേ ദിവസം ആവശ്യങ്ങൾക്കുള്ള ധനമാണ് എങ്കിലും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല വഴികളിലൂടെയും നിങ്ങൾക്ക് സഹായമായോ മറ്റോ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു.